ലഹരി ഉപയോഗിക്കുന്നതായി ഷൈൻ ടോം ചാക്കോ അറിയിച്ചുവെന്ന് ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട്. ഫെഫ്ക ഭാരവാഹികൾ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും പൊതുസമൂഹം ഇപ്പോൾ എടുക്കുന്നൊരു നിലപാടുണ്ടല്ലോ, കേരളം ലഹരി വിമുക്തമാകണം എന്നുള്ളത്. അതിനൊപ്പമാണ് ഞങ്ങൾ ഏതായാലും നിശ്ചയദാർഢ്യത്തോടെ ഞങ്ങളുടെ തൊഴിലിടത്തെയും ലഹരി മുക്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങളിപ്പോൾ. അത് ആത്മാർത്ഥമായി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്, കാർക്കശ്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. അതോടൊപ്പം മാനുഷികമായ പരിഗണനകൾ മുമ്പിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്. അത് ഞങ്ങൾ IC റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ അതിൻ്റെ ലീഗാലിറ്റിയെ ഒട്ടും തന്നെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയുന്ന പല മാധ്യമ വാർത്തകളിലും ഞാൻ കണ്ടു, ഒത്തുതീർപ്പിലായി, അതുപോലെ ഇതിനാണോ നമ്മൾ ഈ പങ്കപ്പാടെല്ലാം ഉണ്ടായത് എന്നുള്ള മറ്റുള്ള വാർത്തകളൊക്കെ ഞാൻ കണ്ടു. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് നൽകാം, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള ഇടപെടലും നിർമ്മാതാക്കളുടെ അസോസിയേഷനോ ഫെഫ്കയോ ആക്ടേഴ്സ് അസോസിയേഷനോ പിന്നെ വിൻസിയുടെ മുകളിൽ നടത്തിയിട്ടില്ല. ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് ശ്രമിച്ചിട്ടില്ല. അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ഭയവും കൂടാതെ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം. അവർ തുറന്ന് സംസാരിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. ആ റിപ്പോർട്ട് എന്തായാലും അത് നടപ്പിലാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിനകത്ത് എന്ത് നടപടി എടുത്താലും അവരോടൊപ്പമായിരിക്കും ഫെഫ്ക. അതിനകത്തൊരു സംശയമില്ല. സാധാരണ ഏത് പരാതി വന്നാലും ഈ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ രണ്ട് പേരുകളാണ് വരുന്നത്. അതിനപ്പുറത്തേക്കുള്ളവർ ഇതിനകത്തുണ്ട് എന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് വ്യാപകമായി ഇതിനകത്ത് അന്വേഷിച്ച് നിർത്തുകയാണോ വേണ്ടത് എന്ന് അതിലിപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അത്തരം ആളുകളുണ്ട്, അവരെ ഞങ്ങൾ കാണുന്നുണ്ട്, അത്തരം പരാതികളുണ്ട്. കാരണം ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 1-2 പേരുടെ പേരുകളാണ് പെട്ടെന്ന് വെളിയിലേക്ക് വരുന്നത്. പക്ഷേ ഈ പേരുകൾക്ക് അപ്പുറമുള്ള പേരുകളുണ്ട്. ഇതിനകത്ത് ആക്ടേഴ്സിനെ മാത്രമല്ല ഞങ്ങൾ ബ്ലെയിം ചെയ്യുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കെതിരെ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് കാലതാമസമില്ല കേട്ടോ, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തുടർന്നും ഉണ്ടാവും. മറ്റുള്ള സംഘടനകളിലെ ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, നടപടിയെടുക്കാൻ സാധ്യമല്ലല്ലോ. പക്ഷേ ആ സംഘടനയും കൂടി അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഷൈനിനോട് സംസാരിച്ചത്. ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന മുഴുവൻ ലൊക്കേഷനിലും ഞങ്ങളൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വിജിലൻസ് അവിടുത്തെ സർവൈലൻസ് കമ്മിറ്റി വളരെ എഫിഷ്യന്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ വണ്ടികൾക്ക്, കാരവനുകൾക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മേക്കപ്പുകാർ അസിസ്റ്റന്റ്, കോസ്റ്റ്യൂം അസിസ്റ്റന്റ് തുടങ്ങിയ എല്ലാവർക്കും കർശനമായ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും ഇത്തരം ഓബ്ജക്ട്സ് സൂക്ഷിക്കാൻ പാടില്ല. ഇനിയിപ്പം ഞങ്ങൾ ആ നിലപാട് മാറ്റിയല്ലോ. ഞങ്ങളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഒരു റെയ്ഡ് നടന്നു 1000 ബേബീസ് അല്ലേ, 1000 ബേബീസ് എന്നുള്ള വെബ് സീരീസിൽ. അത് നമ്മളുടെ നജീം കോയ, ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ സെറ്റിലാണ് അത് ഉണ്ടായത്. ഒന്നും കിട്ടിയില്ല. അതൊരു കാൽക്കുലേറ്റഡ് മിസ്ഇൻഫർമേഷന്റെ മുകളിലാണ് ആ റെയ്ഡ് നടന്നത്. അതിനകത്തൊരു ഗൂഢാലോചനയുണ്ടെന്ന് അതിലെ ക്രൂ നമ്മളെ ബോധ്യപ്പെടുത്തി. അപ്പോഴാണ് ഞങ്ങൾ ആ നിലപാടെടുത്തത്. ഇപ്പൊ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പൊ പോലീസോ എക്സൈസോ ഒന്നും പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ലൊക്കേഷൻ പരിശോധിക്കുന്നു. പക്ഷെ അവര് പരിശോധിച്ച് സംഗതികൾ കണ്ടെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സർവൈലൻസ് കമ്മിറ്റി എഫിഷ്യന്റ് അല്ലാന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അത്രയും എഫിഷ്യൻസിയോടുകൂടി ആ സർവൈലൻസ് കമ്മിറ്റി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ. ഒപ്പം ഞാൻ മന്ത്രി ശ്രീ MP രാജേഷുമായിട്ട് സംസാരിച്ചു. അദ്ദേഹമായിട്ട് നേരിട്ട് കാണുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കുന്ന നേതൃത്വം നൽകുന്ന ശ്രീ മനോജ് എബ്രഹാം, നമ്മളുടെ ബഹുമാനപ്പെട്ട ADGP ആയിട്ട് സംസാരിച്ചു. അദ്ദേഹമായിട്ട് 26-ാം തീയതി ഞങ്ങൾ വൈകുന്നേരം കൊച്ചിയിൽ വെച്ച് നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏകോപനം എന്തായാലും ഉണ്ട്. ഒരു ഡ്രൈവാണിത്. പിന്നെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പോലീസും നമ്മളും ഒക്കെ പ്രവർത്തിക്കുന്നത് 100% റിസൾട്ടിന് വേണ്ടിയാണ്. പക്ഷേ ലോകത്ത് ഒന്നും അവസാനിക്കുന്നില്ലല്ലോ. അപ്പം നമുക്കത് പ്രവർത്തിക്കാൻ മാത്രമേ. എന്തോ 2015
ഷൈനെ പിടിക്കുമ്പോൾ അന്ന് ഫ്ലാറ്റിൽ കൊക്കയും ഉണ്ടായിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ മാത്രമാണല്ലോ കോടതി ഇപ്പോൾ വെറുതെ ഇട്ടത്. അപ്പൊ ആ ശീലം അന്ന് മുതലേ ഉള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഈ ശീലം ഇവർ ഉപേക്ഷിക്കാത്തത്? അത് പറഞ്ഞു. അല്ല, ഈ നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ഈ ശീലം ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിന് ഒറ്റ വാചകത്തിൽ മറുപടി പറയാവുന്ന ഇത് ഉപയോഗിക്കില്ലല്ലോ. അഡിക്റ്റ് എന്ന് പറയുന്ന ഒരു അതൊരു മാനസികാവസ്ഥയും രോഗാവസ്ഥയുമാണ്, അതൊരു ശാരീരിക അവസ്ഥയും കൂടിയാണ്. അതിന് നമുക്ക് ഒറ്റ വാചകത്തിലുള്ള മറുപടിയും അസാധ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അവരോട് പറഞ്ഞത്, ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ ചികിത്സാ രീതികൾ വരെ അവർക്ക് കൈമാറുകയുണ്ടായി. അതിനോട് പൂർണ്ണമായും സഹകരിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഷൈൻ മുമ്പെങ്ങുമില്ലാത്ത പോലെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് ഒരു അവസരം കൂടി വേണം എന്നാണ് അദ്ദേഹം ശ്രീ സിബി മലയിലിനോടും എന്നോടും ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്, ഞങ്ങൾക്ക് അയാളെ ഒരു ആക്ടർ എന്ന നിലയിൽ ബഹുമാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ ഒരു കുറ്റവാളിയായിട്ടല്ലല്ലോ കാണേണ്ടത്. ഒരു അവസരം വേണം എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന മനുഷ്യത്വപരമായിട്ടുള്ളൊരു നിലപാട് എന്ന് പറയുന്നത്. അതാണ് ഞങ്ങളിപ്പോൾ അദ്ദേഹത്തോട് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങളുടെ ദൗർബല്യമല്ല, കാർക്കശ്യത്തിൽ ഒരു കുറവുണ്ട്. തീർച്ചയായിട്ടും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം, തീവ്രമായി ആഗ്രഹിക്കുന്നു. ഈ ഷൈനെ വിളിച്ചു വരുത്തുമല്ല, ഇതിന്റെ ഡയറക്ടറുണ്ട്. ഡയറക്ടർ നമ്മുടെ യൂണിയനിൽപ്പെട്ടാണ്. അന്ന് ഡയറക്ടർ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ സെറ്റിൽ വെച്ച് ഇങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറി, അങ്ങനെ ഒന്നും വിവരം എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഡയറക്ടർ ഒരു വാദം ഉന്നയിച്ചു. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ICയിലൊക്കെ വരുന്നത്. ആ ഡയറക്ടറുമായിട്ട്, ഫെഫ്കയുടെ കീഴിലാണ് ഡയറക്ടർ വരുന്നത്, ആ ഡയറക്ടറുമായിട്ട് സംസാരിച്ചു. അന്ന് ഇങ്ങനെ ഒരു വിഷയമുണ്ടായി, അന്ന് പരാതി നൽകിയിരുന്നു, ഡയറക്ടർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, ചോദിച്ചിരുന്നു. പിന്നെ ഫെഫ്കയുടെ ഇദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പകൽ മുഴുവൻ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൽ നിന്നൊക്കെ ഞങ്ങൾ വിവരം എടുത്തിട്ടുണ്ട്. പക്ഷേ IC എന്ന് പറയുന്ന ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള ഒരു ബോഡിയുടെ അന്വേഷണത്തിൽ ഞങ്ങൾ ആരെ ഇടപെടാൻ? അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇത് അദ്ദേഹം തന്നെ, അതായത് ഷൈൻ തന്നെ ഞങ്ങളോട് സമ്മതിച്ച കാര്യമാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് തിരക്കിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു മാധ്യമത്തിൽ നിന്ന് ഫോൺ കിട്ടുന്നത്. അപ്പോൾ അവരെന്നോട് ഫെഫ്കയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഷൈൻ ടോം ചാക്കോയുമായി ആശയവിനിമയം നടത്തി ഒരവസരം കൂടി നൽകണമെന്ന് ഷൈൻ ടോം ചാക്കോ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒപ്പം ഇനി ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് ഷൈൻ നൽകുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഫെഫ്ക ഭാരവാഹികൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു